ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ കുറച്ച് ശുദ്ധമായിട്ട് നെയ്യ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് നമ്മൾ പാല് തിളപ്പിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ പാടയാവുന്നുണ്ട്. ആ പാട കട്ടിയാവുന്ന പാട നമുക്ക് അരിപ്പ് വെച്ച് അരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ അങ്ങനെ ഒരു മാസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച പാലിൻ്റെ പാടയാണിത്. ഇതിന് നമുക്ക് ഡയറക്റ്റ് ചൂടാക്കി വേണമെങ്കിൽ നെയ്യ് എടുക്കാം. പിന്നെ അതിന്ന് ബട്ടർ സെപ്പറേറ്റ് ചെയ്തിട്ട് ബട്ടർ മാത്രമാക്കി എടുത്തിട്ട് വേണമെങ്കിൽ നെയ്യാക്കാം. ഞാനിതിനെ ഡയറക്റ്റ് ചൂടാക്കി നോക്കുകയാണ്. അപ്പം അത് കുറേ സമയം നമുക്ക് ചൂടാക്കേണ്ടി വരും. അടി കട്ടിയുള്ള ഒരു പാത്രത്തിലെടുത്ത് ചെറിയ തീയിട്ട് ചൂടാക്കി എടുക്കണം. ഒത്തിരി തീയിട്ടാൽ അത് അടിയിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെറിയ ചൂടിൽ വേണം അത് ചൂടാക്കി എടുക്കാൻ. ചൂടാക്കുന്നതനുസരിച്ച് അതിൽ നിന്ന് നെയ്യ് തെളിഞ്ഞു വരും. കുറച്ച് സമയം എടുക്കും. സിമ്പിൾ പ്രോസസ്സാണ്. പക്ഷേ ഒരു അരമണിക്കൂറോളം സമയം എടുക്കും ഇത് ശരിയാക്കി എടുക്കാൻ. അപ്പം നമ്മൾ ചൂടാക്കുന്നതനുസരിച്ച് അതിനകത്ത് നിന്ന് നമുക്ക് നെയ്യ് ഊറി ഇറങ്ങുന്നത് കാണാൻ പറ്റും. നെയ്യ് ആയി വരുമ്പോഴത്തേക്ക് ചെറിയ നെയ്യുടെ മണവും ഒക്കെ വന്നു തുടങ്ങും. അങ്ങനെ നമ്മൾ കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പം നമുക്ക് മഞ്ഞ നിറത്തിൽ നെയ്യ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ചൂടാക്കുന്നതനുസരിച്ച് നെയ്യ് അതിൽ നിന്ന് ഊറി ഇറങ്ങി വരും. ഇപ്പോഴും നമ്മൾ തീരെ സിമ്മിലിട്ട് വേണം, തീ കുറച്ചിട്ട് വേണം എടുക്കാൻ. അങ്ങനെ ഇളക്കി ഇളക്കി എടുത്ത് നമുക്ക് നെയ്യ് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റിൽ ഒരുപാട് ബബിൾസ് ആയിട്ട് മാത്രം പൊങ്ങി വരും. ആ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു അരിപ്പയ്ക്കകത്തോട്ട് ഒഴിച്ച് അരിച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ നമുക്ക് ഒഴിച്ച് വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ അത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അരിപ്പയ്ക്കകത്ത് കുറച്ച് സംഭവം കിട്ടുമല്ലോ, അതിൻ്റെ പൊടി, അത് നെയ്യ് എടുത്തതിൻ്റെ ബാക്കി വരുന്നത്, അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇത് തണുപ്പാവുന്നതനുസരിച്ച് കട്ടിയായി വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് വേറെ രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാക്കാൻ പറ്റും. അതിനെ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നല്ലോണം മിക്സിക്കകത്തിട്ട് അടിച്ച് അത് നമുക്ക് ബോൾസ് ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.